അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയത്തിൽ. മയക്കുവെടിയേറ്റ അരിക്കൊമ്പൻ മയങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കുങ്കിയാനകളുടെയും ദൗത്യ സംഘത്തിന്റെയും നിയന്ത്രണത്തിലാണ് ആന. വിശദാംശങ്ങളുമായി ആന്റണി ജെസ് ജോർജ് ചേരുന്നു. ആന്റണി, ആന ഇപ്പോൾ പൂർണ്ണമായും മയക്കത്തിലേക്ക് കടന്നിരിക്കുകയാണോ? അതുപോലെ തന്നെ നിലവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ദൗത്യ സംഘത്തിന് ആനയെ പൂർണ്ണമായും കീഴടക്കാൻ സാധിച്ചോ? ഭദ്ര, നിലവിൽ ആന നിയന്ത്രണത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 കുങ്കിയാനകളും ഈ അരിക്കൊമ്പന് ചുറ്റുമുണ്ട്. അരിക്കൊമ്പന്റെ നിയന്ത്രണം ഈ കുങ്കിയാനകൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുങ്കിയാനകൾ ആനയെ മുന്നോട്ട് നീക്കുന്നുണ്ട്. ഈ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ആന ഈ കുങ്കിയാനകൾ മുന്നോട്ട് നീക്കുന്നതിനനുസരിച്ച് ഈ അരിക്കൊമ്പൻ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന നിലവിൽ മയങ്ങിയ നിലയിൽ തന്നെയാണ്. 3 ഡോസ് ആണ് ഇതുവരെ മയക്കുവെടി ആനയ്ക്ക് നൽകിയത്. അതിന് പുറമെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും ആന നിലവിൽ പൂർണ്ണമായും കുങ്കിയാനകളുടെ നിയന്ത്രണത്തിൽ തന്നെ തുടരുകയാണ്. വൈകാതെ തന്നെ ഈ വാഹനത്തിലേക്ക് കയറ്റാൻ സാധിക്കുമെന്നാണ് ദൗത്യസംഘം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. മാത്രമല്ല, ഈ ആനയ്ക്ക് ഒരു റേഡിയോ കോളർ ഘടിപ്പിക്കേണ്ടതുണ്ട്. ആ റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന നടപടികളും ഇപ്പോൾ തന്നെ നടത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അത് വാഹനത്തിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ ഘടിപ്പിച്ചേക്കാനാണ് സാധ്യത. അതിനുള്ള ശ്രമങ്ങൾ അതും നടക്കുന്നുണ്ട്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ഒരു യജ്ഞമാണ്, അല്ലെങ്കിൽ ഒരു മിഷനാണ് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ട വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ ഒരു രാവിലെ 4:30 മുതൽ നടത്തിയിട്ടും പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് ദൗത്യസംഘം വീണ്ടും ഈ അരിക്കൊമ്പന്റെ ദൗത്യത്തിനായി ഇറങ്ങിയത്. ഈ ദൗത്യത്തിൽ രാവിലെ അരിക്കൊമ്പനെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ആനയിറങ്ങലിനും സൂര്യനെല്ലിക്കും ഇടയിലുള്ള പ്രദേശത്ത് അരിക്കൊമ്പനെ കണ്ടെത്തി. ആ പ്രദേശം വനം വകുപ്പ് ദൗത്യസംഘം വളഞ്ഞു. തുടർന്ന് കൃത്യമായ ഈ ദൗത്യ മേഖലയായി നിശ്ചയിച്ചിരുന്ന സിമന്റ് പാലത്തേക്ക് ആനയെ എത്തിച്ചു. 11:55 ആദ്യ മയക്കുവെടി വെച്ചു. അതിന് പിന്നാലെ വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസും കൊടുത്തു. പിന്നീട് തന്നെ ആന ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആന പൂർണ്ണമായ മയക്കത്തിലേക്ക് എത്തി. പിന്നാലെ 4 കുങ്കിയാനകളാണ് ഈ മിഷന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ആ കുങ്കിയാനകളെ അവിടേക്ക് എത്തിച്ചു. കുങ്കിയാനകൾ ഈ അരിക്കൊമ്പന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തു. ഇപ്പോൾ ആനയെ വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആനയെ ഈ വാഹനത്തിൽ കയറ്റി സർക്കാർ ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് നിലവിൽ തുറന്നു വിടാനായി. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനം. അതിന് മുന്നോടിയായി റേഡിയോ കോളർ ഘടിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും നിലവിൽ ആനയെ എവിടേക്കാണ് മാറ്റുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ പെരിയാർ ടൈഗർ റിസർവിലേക്ക് തുറന്നുവിടുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ സർക്കാർ അക്കാര്യം രഹസ്യമായി തന്നെ വെച്ചിരിക്കുന്നു. ഏതായാലും മണിക്കൂറുകൾ നീണ്ട വനം വകുപ്പ് ദൗത്യ സംഘത്തിന്റെ ആ ശ്രമം 150ഓളം വരുന്ന വനം വകുപ്പ് സംഘമാണ് ദൗത്യസംഘം. വയനാട്ടിൽ നിന്നുള്ള RRT സംഘം, അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള RRT സംഘം ഉൾപ്പെടെ 150 അംഗ സംഘം, 4 കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പങ്കെടുത്തത്, ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. ആ ദൗത്യം ഇപ്പോൾ അതിന്റെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയും ഡോസുകൾ വെക്കേണ്ടി വരുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ളവരും ആനയ്ക്ക് സമീപം തന്നെ ഇപ്പോഴുണ്ട്. ഏതായാലും ഈ റേഡിയോ കോളർ എത്രയും വേഗം ഘടിപ്പിച്ച് ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഭദ്ര. ആന്റണി, അതുപോലെ തന്നെ ആനയെ കണ്ണുകെട്ടുന്ന നടപടികൾ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞു? അതോ എപ്പോഴാണ് നടക്കുക? കണ്ണുകെട്ടുക, അതുപോലെ തന്നെ ആനയുടെ കാലുകൾ ബന്ധിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഈ കണ്ണ് കെട്ടുന്നത് സാധാരണ നിലയിൽ ആന ഈ സൂര്യപ്രകാശം മുഖത്തേക്ക് അടിക്കുമ്പോൾ ഈ മയങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ ആനയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് കറുത്ത തുണി ഉപയോഗിച്ച് മുഖം മറയ്ക്കാറുള്ളത്. ഇപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ നിലവിൽ അക്കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ആന പൂർണ്ണമായും ഈ കുങ്കിയാനകളുടെ നിയന്ത്രണത്തിലേക്ക് വന്നാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ കാലുകളുടെ നിയന്ത്രണം അത് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും
ആ നടപടികളിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. ഏതായാലും കുങ്കിയാനകൾ 4 പേരും 4 സൈഡിലും അരിക്കൊമ്പന്റെ ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ നീക്കുന്നതനുസരിച്ച് ഇപ്പോൾ അരിക്കൊമ്പൻ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരം നടപടികളെല്ലാം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ദൗത്യം അതിന്റെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ആ അടുത്ത ഘട്ടത്തിലേക്കും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ദൗത്യ സംഘത്തിനുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം ഇനി വാഹനത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അതിനു മുമ്പ് റേഡിയോ കോളർ ഘടിപ്പിക്കണം. ആ വാഹനത്തിൽ കയറ്റി തീരുമാനിച്ച സ്ഥലത്തേക്ക് എത്തിക്കണം. അതിനുള്ളിൽ അരിക്കൊമ്പന് എത്ര ഡോസ് ഈ ബൂസ്റ്റർ മയക്കുവെടി മയങ്ങാനുള്ള മരുന്ന് വേണ്ടിവരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. ഏതായാലും നിലവിൽ 3 ഡോസിന്റെ മയക്കത്തിലാണ് അരിക്കൊമ്പൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചൂടൊക്കെ ഉള്ള സമയമായതിനാൽ ഈ ഡോസിന്റെ ശക്തി വളരെ കുറവായിരിക്കാൻ ഉള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ചിലപ്പോൾ മയക്കുവെടി കൂടുതൽ വെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായേക്കും. ഏതായാലും നിലവിൽ നിയന്ത്രണത്തിൽ തന്നെയാണ് ഭദ്ര. വ്യക്തമാണ് ആന്റണി. അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മയക്കുവെടിയേറ്റ അരിക്കൊമ്പൻ ഇപ്പോൾ പൂർണ്ണമായും മയങ്ങിയിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല കുങ്കിയാനകളുടെയും ദൗത്യ സംഘത്തിൻ്റെയും നിയന്ത്രണത്തിലാണ് ആനയുള്ളത്. വരും നിമിഷങ്ങളിൽ തന്നെ ആനയെ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ട് സർക്കാർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സർക്കാർ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ കുങ്കിയാനകളുടെയും ദൗത്യ സംഘത്തിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ് അരിക്കൊമ്പനുള്ളത്. അരിക്കൊമ്പനെ കാലുകെട്ടുന്ന നടപടികളടക്കം അടുത്ത നിമിഷങ്ങളിൽ ഉണ്ടാകും. അതേസമയം ആനയുടെ ആരോഗ്യസ്ഥിതിയും അടക്കം പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ